ദൈവജനമേ, കത്തോലിക്ക ആത്മീയ നേതൃത്വം എന്നത് കേവലം ഒരു പദവിയല്ല, മറിച്ച് ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു വിശുദ്ധ വിളിയാണ്. ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും കുടുംബസ്ഥർക്കും വേണ്ടിയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റാണിത്. സഭയുടെ പാരമ്പര്യത്തിൽ കുടുംബം സഭയുടെ ഒരു ചെറിയ പതിപ്പാണ്. അവിടെ ഭർത്താവും പിതാവുമാണ് ആത്മീയ നേതാവ്, ഭാര്യയല്ല. ഈ നേതൃത്വം ഭരിക്കാനുള്ള അവകാശമല്ല, മറിച്ച് ക്രിസ്തുവിനെ പോലെ ശുശ്രൂഷിക്കാനും കുടുംബത്തെ വിശുദ്ധിയിലേക്ക് നയിക്കാനുമുള്ള ഉത്തരവാദിത്വമാണ്. അത് തിരിച്ചറിയണം. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും ഈ നേതൃത്വത്തിൻ്റെ പ്രാധാന്യം ചോദ്യം ചെയ്യപ്പെടുന്നു. പിതൃത്വത്തെയും ഭർത്താവിൻ്റെ നേതൃപാടവത്തെയും പലപ്പോഴും പരിഹാസത്തോടെയും പുച്ഛത്തോടെയും നിരുത്തരവാദപരമായും ചിത്രീകരിക്കുകയും വീക്ഷിക്കുകയും ചെയ്യുന്നു. ഭാര്യമാർ, സ്ത്രീകൾ ശ്രദ്ധിക്കണേ, ഇത് ദൈവത്തിൻ്റെ ഡിസൈനാണ്. ആ ദൈവത്തിൻ്റെ ഡിസൈനെ പുച്ഛത്തോടെ കാണുമ്പോൾ ദൈവത്തെ തന്നെയാണ് പുച്ഛിക്കുന്നത് എന്ന് തിരിച്ചറിയണം. അത് വലിയ തകർച്ചയിലേക്ക് മാത്രമേ കുടുംബത്തെ നയിക്കൂ. ഇത് കുടുംബ ബന്ധങ്ങളുടെ അടിസ്ഥാന ശില ഇളക്കുന്നു. പിതാവിൻ്റെ ആത്മീയ സാന്നിധ്യമില്ലാത്ത കുടുംബങ്ങളിൽ അരക്ഷിതാവസ്ഥയും മൂല്യച്യുതിയും സ്വാഭാവികമായും വർദ്ധിക്കുന്നു. ഈ അവസ്ഥയ്ക്ക് കാരണം പുരുഷൻ്റെ ഭാഗത്തു നിന്നുള്ള നിരുത്തരവാദിത്വവും സമൂഹത്തിൻ്റെ തെറ്റായ കാഴ്ചപ്പാടുകളുമാണ്, പ്രത്യേകിച്ച് സ്ത്രീകളുടേത്. യേശു തൻ്റെ പിതാവായ ദൈവത്തോട് കാണിച്ച അനുസരണവും എളിമയും മാതൃകയാക്കി വേണം ഓരോ അപ്പന്മാരും പിതാവും കുടുംബത്തെ നയിക്കാൻ. ആത്മീയ നേതൃത്വം എന്നത് പ്രാർത്ഥനയിലൂടെയും മാതൃകാപരമായ ജീവിതത്തിലൂടെയും കുടുംബാംഗങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക എന്നതാണ്. ഈ ആഗമന കാലത്ത് വിശുദ്ധ യൗസേപ്പ് പിതാവിനെ പിതാക്കന്മാർക്ക്, അപ്പന്മാർക്ക്, ഭർത്താക്കന്മാർക്ക് മാതൃകയാക്കാം. ദൈവഹിതത്തിന് പൂർണ്ണമായും കീഴ്വഴങ്ങിയ, മൗനമായി കുടുംബത്തെ സംരക്ഷിച്ച നീതിമാനായ ഒരു നല്ല അപ്പനായിരുന്നു യൗസേപ്പ് പിതാവ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വം അധികാരത്തിൻ്റേതല്ല, മറിച്ച് പരിപാലനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയുമായിരുന്നു. കുടുംബത്തിലെ ആത്മീയ നേതൃത്വം എന്നത് എല്ലാവർക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. പിതാക്കന്മാരും ഭർത്താക്കന്മാരും ഈ വിളി തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിനെ പോലെ സ്നേഹത്തോടെയും ത്യാഗത്തോടെയും കുടുംബത്തെ നയിക്കണം. ഇത് കുടുംബാംഗങ്ങളെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കും. അമ്മമാരും ഭാര്യമാരും അവരുടെ പ്രാർത്ഥനകളിലൂടെയും പിന്തുണയിലൂടെയും ഈ നേതൃത്വത്തെ ശക്തിപ്പെടുത്തണം, തളർത്തുകയല്ല വേണ്ടത്. മക്കളും തങ്ങളുടെ ജീവിതത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും കുടുംബത്തിൻ്റെ ആത്മീയ വളർച്ചയിൽ പങ്കാളികളാണ്. ഒരുമിച്ചുള്ള പ്രാർത്ഥനയും ദൈവവചനത്തിലുള്ള പങ്കുവയ്ക്കലും കുടുംബത്തെ ആത്മീയമായി കെട്ടിപ്പടുക്കും. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മാതൃക പിൻപറ്റി സ്നേഹത്തിലും കരുതലും അടിയുറച്ച ഒരു ആത്മീയ നേതൃത്വം ഓരോ കുടുംബത്തിലും വളർത്തിയെടുക്കാം. ഇത് ഓരോ കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും ഒരുപോലെ അനുഗ്രഹമാകും.